ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി ഓട്ടോമൊബൈൽ സർവീസിങ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന പേപ്പറിൽ 4 മൊഡ്യൂളിൻ്റെ ഏകദേശം എല്ലാ പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 4 മൊഡ്യൂളിൽ ഉള്ളത് കുറച്ച് 1-2 പോയിൻറ്റ്സും കൂടി മാത്രം ഓരോ മൊഡ്യൂളിലും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഉള്ള അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഭാഗമായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ നോട്ട് കൃത്യമായിട്ട് അയക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും, അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് എഴുതുന്ന പോലെ തന്നെ എഴുതിയിട്ട് അയക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ക്ലാസ് നോട്ടായിട്ടും കൺസിഡർ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് നോട്ട് എഴുതുക. അപ്പോൾ ഈ സെക്കൻഡ് അസൈൻമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു റീക്യാപ്പ് എന്നുള്ള നിലക്കും ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 2019 നടന്ന പരീക്ഷയുടെ സർവീസ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പോളിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസേഴ്സ് മാത്രം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പറയും. ഓരോ ക്വസ്റ്റ്യനും പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യുക അതിൻ്റെ ആൻസർ. നോട്ട് എഴുതുന്ന സമയത്ത് അസൈൻമെൻ്റായിട്ട് എഴുതുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF നിങ്ങൾ ഷെയർ ചെയ്യുക, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുൾ ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആൻസർ എഴുതുക. അത് അങ്ങനെയാണ് നോട്ട് എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രീവിയസ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ച നോട്ടിലുള്ള കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഓൾറെഡി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ആൻസർ സ്ക്രിപ്റ്റിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോസ് ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ്. നമുക്കറിയാം പാറ്റേണൊക്കെ ഏപ്രിൽ 2019 നടന്ന ക്വസ്റ്റ്യനിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഐഡൻറ്റിഫൈ പർപ്പസ് ഓഫ് എൻജിൻ ഡീകാർബണൈസേഷൻ. എന്താണ് ഐഡൻറ്റിഫൈ പർപ്പസ് ഓഫ് എൻജിൻ ഡീകാർബണൈസിങ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഐഡൻറ്റിഫൈ പർപ്പസ് ഓഫ് എൻജിൻ, അതായത് ഡിഫൈൻ എൻജിൻ ഡീകാർബണൈസിങ് അല്ലെങ്കിൽ ഡീകാർബണൈസിങ് എന്താണ് എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഡീകാർബണൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീകാർബണൈസിങ് എന്തിൻ്റെ പ്രോസസ്സാണ്? ഡീകാർബണിങ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് കാർബൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ കാർബൺ പാർട്ടിക്കിൾ ഫ്രം കമ്പസ്റ്റൻ ചേംബർ. അല്ലേ, എന്ത് റിമൂവ് ചെയ്യാണ്, കാർബൺ കണ്ടൻറ്റ് എവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്, കമ്പസ്റ്റൻ ചേംബറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകാർബണൈസിങ്. അല്ലെങ്കിൽ എൻജിൻ്റെ ഭാഗത്ത് നിന്ന് കാർബൺ കണ്ടൻറ്റ്, കാർബണിൻ്റെ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെയുള്ള ഇൻകറക്റ്റ് എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ അതുപോലെ തന്നെ ഫ്യൂൽ ക്വാളിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ് എൻജിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്റ്റർ കമ്പസ്റ്റനും കത്തിക്കഴിഞ്ഞതിന് ശേഷവും അത് കണ്ടമിനേറ്റ് ആയി കിടക്കുന്നതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകാർബണൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്. ഡീകാർബണൈസിങ് ഈസ് ദി എന്താണ്, പ്രോസസ് ഓഫ് റിമൂവിങ് കാർബൺ പാർട്ടിക്കിൾസ് ഫ്രം കമ്പസ്റ്റൻ ചേംബർ, പിസ്റ്റൺ ക്രൗൺ, വാൾവ് ഹെഡ്സ് ആൻഡ് വാൾ പാസേജ്. അതായത് എൻജിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻജിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാർബൺ കണ്ടൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകാർബണൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 2 മാർക്കിന് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് ഏപ്രിൽ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് വരാനുള്ളത് പാർട്ട് ബിയിൽ. നമുക്കറിയാം 6 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 മാർക്കിന് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ചിലപ്പോൾ ഇത്ര പോയിൻറ്റ്സ് എന്ന് പറയും. ഇൻ കേസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മിനിമം എത്ര പോയിൻ്റ് എഴുതാം, നിങ്ങളൊരു 6 പോയിൻ്റെങ്കിലും ക്വസ്റ്റ്യനിൽ എഴുതാം. ഓക്കെ, അപ്പോൾ പാർട്ട് ബിയിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്
റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ വാൾവ് സ്റ്റിക്കിങ്. വാൾവ് സ്റ്റിക്കിങ്ങിനെ പറ്റിയിട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് വാൾവ് സ്റ്റിക്കിംഗ് എന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓരോ പോയിന്റ്സിലും ഇത്ര എണ്ണം വേണമെന്നില്ല, കാരണം അതൊരു എക്സ്പ്ലനേഷൻ രൂപത്തിലാണ് ചോദിച്ചത്. നമ്മൾ ഫീസിബിലിറ്റി വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഈസി മെത്തേഡ് എന്നുള്ള നിലയിൽ എന്താണ് പോയിന്റ് ബൈ പോയിന്റ് ആണ് എഴുതുന്നത്. നമ്മൾ വിവിധ തരത്തിലുള്ള വാൾവ് ഡിഫക്ട്സ് പഠിച്ചിരുന്നല്ലേ. വിവിധ തരത്തിലുള്ള വാൾവ് ഡിഫക്ട്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതിലൊരു വാൾവ് ഡിഫക്റ്റ് ആണ് എന്ത് വാൾവ് സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. വാൾവ് സ്റ്റിക്കിംഗ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഗം ഓർ കാർബൺ ഡെപ്പോസിറ്റ് ഓൺ വാൾവ് സ്റ്റെം. എങ്ങനെയാണ് വാൾവ് സ്റ്റെമ്മിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് വാൾവ് സ്റ്റെം എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു വാൾവിൻ്റെ പൊസിഷൻ അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വാൾവ് ഗൈഡ് ഉണ്ടായിരിക്കും. ആ വാൾവ് ഗൈഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വാൾവ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വാൾവിൻ്റെ ഫേസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്, സ്റ്റെം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആ സ്റ്റെം വാൾവ് ഗൈഡിലോ അല്ലെങ്കിൽ വാൾവ് സീറ്റിലോ സ്റ്റിക്കായിരിക്കുന്ന കണ്ടീഷനെ, അപ്പോൾ ഇതാണ് വാൾവ് ഗൈഡ്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, വാൾവ് സ്റ്റെം ഉണ്ടായി, വാൾവ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, വാൾവ് സ്റ്റെം എന്ന് പറയുന്നത്. ഇതിന് താഴത്ത് എന്തായിരിക്കും, വാൾവ് സീറ്റിംഗ് ആയിരിക്കും വരുന്നത്. എഞ്ചിൻ്റെ ഹെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാൾവ് സീറ്റിംഗ് ആയിരിക്കും വരുന്നത്. സോ ഈ വാൾവ് സീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്താണ് വാൾവ് സീറ്റിങ്ങിലോ വാൾവ് സ്റ്റെമ്മിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വാൾവ് ഗൈഡിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടോ വാൾവ് സ്റ്റിക്കായിരിക്കുകയാണെങ്കിൽ, വാൾവ് സ്റ്റെമ്മ് സ്റ്റിക്കായിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൾവ് സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിന് കാരണമായിട്ട് പറയുന്നത്. ആൻഡ് റീസൺ എക്സ്ട്രാ 1-2 പോയിന്റ്സും കൂടി പറയുന്നുണ്ട്. എന്താണ്, എക്സസീവ് വാൾവ് സ്റ്റെം ക്ലിയറൻസ്, സ്പീഡ്സ് ഓഫ് ദ വാൾവ് ഡെപ്പോസിറ്റ് അല്ലേ. വാൾവ് ക്ലിയറൻസ് കൂടുതലാണെങ്കിൽ, നമുക്കറിയാം എന്താണ് വാൾവ് ക്ലിയറൻസ്. വാൾവും അതുപോലെ തന്നെ റോക്കർ ആംസും അല്ലേ, വാൾവിനെ കൺട്രോൾ ചെയ്യുന്ന റോക്കർ ആംസും തമ്മിലുള്ള ക്ലിയറൻസ് ഒക്കെ കൂടുതലാണെങ്കിൽ വാൾവിൽ എന്താണ്, കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ എവരി ഇൻടേക്ക് സ്ട്രോക്ക് ഓയിൽ വിൽ ബി പുൾഡ് ത്രൂ ദിസ് ക്ലിയറൻസ് ഇൻ ടു ദ കമ്പഷൻ ചേംബർ വേർ ഇറ്റ് വിൽ ബേൺ. അതായത് വാൾവ് സീറ്റ്, നമുക്കറിയാം വാൾവ് സീറ്റ് ഇങ്ങനെ ഉണ്ട്, വാൾവ് സീറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ വാൾവ് സീറ്റിൻ്റെ ക്ലിയറൻസിൽ അല്ലേ, ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ക്ലിയറൻസിൽ എന്തുണ്ട്, ഈ ക്ലിയറൻസ് അതായത് വാൾവ് സീറ്റ് തമ്മിലുള്ള ക്ലിയറൻസ് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് എന്തൊക്കെ പാസ് ചെയ്യുന്നത്, കൂളിംഗ് വാട്ടറും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കമ്പഷൻ ചേംബറിലേക്ക് കിടക്കുകയും അത് ബേൺ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. അതെന്ത് ഇൻക്രീസ് ചെയ്യും, കാർബൺ ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യും. അതെന്തിന് കാരണമാകും, വാൾവ് സ്റ്റിക്കിങ്ങിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ആൻഡ് it will burn part this causes excessive oil consumption, engine deposit, pre-ignition, clogged piston rings and fault spark plug. അതായത് അത് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഡിഫക്ട്സും കൂടിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എഞ്ചിൻ ഓയിലിൻ്റെ കൺസപ്ഷൻ കൂടും, അതുപോലെ തന്നെ എന്താണ്, പ്രീഗ്നീഷൻ സംഭവിക്കും, ക്ലോഗ്ഡ് പിസ്റ്റൺ സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഓയിലൊക്കെ കൂടുതലായിട്ട് കമ്പഷൻ ചേമ്പറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ അഡീഷണൽ റീസൺസ് ആയിട്ട് പറയുന്നത്. ആൻഡ് അനദർ കോസ് ഓഫ് വാൾവ് സ്റ്റിക്കിംഗ് ഈസ് വാർപ്ഡ് സ്റ്റെം ഡ്യൂ ടു ഓവർ ഹീറ്റിംഗ്, എക്സെൻട്രിക് സീറ്റ്, കോക്ക്ഡ് സ്പ്രിംഗ് ഓർ റീറ്റൈനർ. വാൾവ് സ്റ്റിക്കിംഗ് ഓൾസോ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻ്റ് ഓയിൽ. മെയിനായിട്ടും ഒരു പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇൻസഫിഷ്യൻ്റ് ഓയിലാണ് അല്ലേ. ഇൻസഫിഷ്യൻ്റ് ഓയിൽ എന്ന് പറയുന്ന സെക്ഷൻ, വാൾവ് സ്റ്റിക്കിംഗ് ഓൾസോ ടേക്ക് പ്ലേസ് ഡ്യൂ ടു എന്താണ്, ഇൻസഫിഷ്യൻ്റ് ഓയിൽ. അതായത് ഓയിൽ കുറയുന്ന സമയത്ത്, പാസേജ് കുറയുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ടും എന്താണ് ഉണ്ടാകുന്നത്, അവിടെ ഹീറ്റ് കൂടുതലായിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം കൂളിംഗ് സിസ്റ്റം കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഹീറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂല. സോ ഹയർ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തിന് കാരണമാകും, അത് ഈ വാൾവ് സ്റ്റെമ്മിൻ്റെ ഡാമേജ് അല്ല. മെറ്റൽ എന്ന് ഞാൻ പറഞ്ഞു, മെറ്റൽ ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കാണിക്കും. സോ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വാൾവിൻ്റെ സ്റ്റെമ്മ് വാൾവ് ഗൈഡിൽ ടൈറ്റ് ആയിരിക്കാൻ അല്ലെങ്കിൽ സ്റ്റെക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ് കറക്റ്റ് കോയിലല്ലെങ്കിൽ അല്ലേ, സ്പ്രിങ് കറക്റ്റായിട്ട് കോയിലല്ലാതെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വാൾവ് ഗൈഡിൻ്റെ അകത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. വാൾവ് സ്റ്റിക്കിംഗ് ഓൾസോ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻ്റ് ഓയിൽ. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. സംടൈംസ് വാൾവ് സ്റ്റിക്ക് വെൻ കോൾഡ് ബട്ട് വിൽ വർക്ക് ഫ്രീ
ആക്സ് ദ ഫ്രീ വെൻ ദ എൻജിൻ വാം അപ്പ് എന്നാണ് പറയുന്നത്. എന്താണ്, നമ്മൾ ഈ കോൾഡ് സ്റ്റെക്കായിരിക്കുന്ന സമയത്ത് ഓയിലൊക്കെ ക്ലോഗ്ഡ് ആയിട്ട് റൂട്ടിൽ അതിൻ്റെ ചാനലിലൊക്കെ ഓയിൽ എന്തായിട്ടിരിക്കും, സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. അത് ചിലപ്പം എന്ത് ചെയ്യും, ഈ കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എൻജിൻ വാമപ്പ് ആകുന്ന സമയത്ത് എന്താവും, കറക്റ്റായിട്ട് അതൊക്കെ വേപ്പറൈസ് ചെയ്ത് പോയി അഡീഷണൽ കണ്ടൻസ് ഒക്കെ വേപ്പറൈസ് ചെയ്ത് പോകുന്ന സമയത്ത് അതെന്തായി മാറും, കറക്റ്റായിട്ട് അത് റെഡി ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കോൾഡ് കണ്ടീഷനിലും എൻജിൻ ഓവർ കോൾഡ്, ആ ഒരു കൂളിംഗ് സിസ്റ്റം ഓവർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും സംടൈംസ് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വാൾവ് സ്റ്റിക്കിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടിയാണ് എന്ത് പറയുന്നത്, ഇത്രയും റീസൺസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് എന്തിൽ പറയുന്നത്, വാൾവ് സ്റ്റിക്കിങ് എന്ന് പറയുന്ന കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, എന്താണ് വാൾവ് സ്റ്റിക്കിങ്. അപ്പോൾ 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഡിസ്കസ് എന്താണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ വാൾവ് സ്റ്റിക്കിംഗ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് വാൾവ് സ്റ്റിക്കിംഗ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ മൊഡ്യൂളിലെ, അതുപോലെ തന്നെ പാർട്ട് ബിയിലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു. എഗെയിൻ ആൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടി എന്ത് ചോദിച്ചിട്ടുണ്ട്, മൊഡ്യൂൾ 1-ൽ നിന്ന് തന്നെ 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ദ റീസൺ ഫോർ ലോ വാക്വം ഇൻ എൻജിൻ. എൻജിൻ്റെ അകത്ത് ലോ വാക്വം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, മൊഡ്യൂൾസ് പറയുന്ന സമയത്ത് ഡിസ്കസ് ചെയ്താണ്. ലോ വാക്വം പ്രഷർ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് എൻജിനിൽ, എൻജിൻ്റെ സക്ഷൻ സ്ട്രോക്കിൽ അല്ലേ, പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ സക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും, താഴത്തോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, വാക്വം പ്രഷർ ഉണ്ടാക്കാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തുനിന്ന് ഇൻസൈഡിലേക്ക് ചാർജ് അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഫ്യൂവൽ വരുള്ളൂ. അപ്പോൾ ആ ലോ വാക്വം, വളരെ ലോ ആയിട്ടുള്ള വാക്വം എപ്പോഴാണ് വാക്വം പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ലീക്കി സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്, അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ സിലിണ്ടർ ഗ്യാസ്കറ്റിൻ്റെ പ്രോബ്ലം അല്ലേ. നമുക്കറിയാം എൻജിൻ ഹെഡ് ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തുണ്ട്, അതിൻ്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്, സിലിണ്ടർ വരുന്നത് അല്ലേ. അതിൻ്റെ താഴെയായിട്ടാണ് എൻജിൻ്റെ സിലിണ്ടർ വരുന്നത്. ഓക്കെ, സിലിണ്ടർ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാസ്കറ്റ് വരുന്നത്. ആ ഗ്യാസ്കറ്റ് ഡാമേജ് ആകുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് നിൽക്കില്ല, സിലിണ്ടറിനകത്താണെങ്കിൽ എന്ത് നിൽക്കില്ല, ഹൈ പ്രഷർ അല്ലെങ്കിൽ ഒരു വാക്വം പ്രഷർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് കുറവായിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ലീക്കി സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്. ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ രണ്ടാമത്തെ ലീക്കി ഇൻലെറ്റ് മാനിഫോൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റീസൺ തന്നെയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് എന്ത് ചെയ്യും, പുറത്ത് അറ്റ്മോസ്ഫിയറിക് കണ്ടൻസുമായിട്ട് അല്ലെങ്കിൽ പ്രഷറുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് എന്ത്, ഈ ഗ്യാസ്കറ്റ് ഡാമേജ് ആകുമ്പോഴും അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡ് ഡാമേജ് ആകുമ്പോഴൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലീക്കി വാൾവുകൾ കറക്റ്റ് അല്ലെങ്കിൽ ക്ലിയറൻസ്. ലീക്കി വാൾവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് വരുന്നത്, അതിൻ്റെ ഒരു ക്ലിയറൻസ് ആണ് വരുന്നത് അല്ലേ, വാൾവ് സീറ്റിൽ നിന്നുള്ള ക്ലിയറൻസ്. വാൾവ് സീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, വാൾവിൻ്റെ സീറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവ തമ്മിലുള്ള ക്ലിയറൻസ് കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഉള്ള പ്രഷറും എയറൊക്കെ എന്ത് ചെയ്യും, ഈ ക്ലിയറൻസിലൂടെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്ട് വരും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലീക്കി വാൾവ്സും എന്തിന് കാരണമാകുന്നുണ്ട്, ഒരു ലോ പ്രഷർ അല്ലെങ്കിൽ ലോ വാക്വം എൻജിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. വീക്ക് വാൾവ് സ്പ്രിങ് ലൂസായി കഴിഞ്ഞാൽ അല്ലേ, വീക്കായിട്ടുള്ള വാൾവ് സ്പ്രിങ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ വാൾവിൻ്റെമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻജിൻ വാൾവ് കറക്റ്റായിട്ട് അതിൻ്റെ സീറ്റിങ്ങിൽ പ്രസ് ചെയ്ത് നിർത്തുന്നത് എന്താണ്, വാൾവ് സ്പ്രിങ്ങുകളാണ് അല്ലേ. കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിൽ വാൾവിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എന്താണ്, അതിൻ്റെ വാൾവ് സ്പ്രിങ്ങുകളാണ്, റിട്ടേൺ സ്പ്രിങ്ങുകളാണ്. സോ അതുകൊണ്ട് ഈ വാൾവ് സ്പ്രിങ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീക്ക് എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സ്റ്റിഫ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാൾവ് എന്ത് ചെയ്യില്ല, ഒരിക്കലും കറക്റ്റ് പൊസിഷനിലായിരിക്കില്ല. കാരണം എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രഷർ വരുന്നത് അല്ലേ. എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് ഒരു ഹൈ പ്രഷർ വരുന്ന സമയത്ത് വാൾവ് എന്ത് ചെയ്യും,
ഇവിടെയാണ് വാൾവ്. ഇതിനകത്ത് പ്രഷർ കൂടുന്ന സമയത്ത് ഈ വാൾവ് എന്ത് ചെയ്യും, സ്പ്രിങ് കറക്റ്റ് അല്ലെങ്കിൽ ഈ വാൾവ് ഇതിൻ്റെ സീറ്റിങ്ങിൽ നിന്ന് മാറിയിട്ട് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് വീണ്ടും ഈ സിലിണ്ടറിനകത്ത് എന്താണോ ഉള്ളത് അതിനെന്ത് ചെയ്യും, കോണ്ടാക്റ്റ് വരും. അങ്ങനെ വാക്വം പ്രഷർ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. മോൾ അഡ്ജസ്റ്റഡ് വാൾവ് ക്ലിയറൻസ്. മോൾ അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിസ്അലൈൻമെൻ്റ് ആണ്. വാൾവ് ക്ലിയറൻസ് കറക്റ്റ് അല്ലെങ്കിലും എന്ത് വരും, ഈ വാക്വം പ്രഷർ കുറവാണ്. കാരണം ഇൻലെറ്റ് ലൈനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വാക്വം പ്രഷർ സപ്ലൈ ചെയ്യുന്നത്. സോ ആ ഇൻകറക്റ്റ് വാൾവ് ക്ലിയറൻസ് ആണെങ്കിലും നമുക്ക് എന്തിന് കാരണമാകുന്നുണ്ട്, അത് വാൾവ് വാക്വം പ്രഷർ കുറയാൻ കാരണമാകുന്നത്. അതായത് മെയിനായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് റീസൺസ് ഒക്കെ നോക്കിയാൽ വാൾവ് ടൈമിങ് ഔട്ട്, ഇഗ്നീഷൻ മിസ് ടൈംഡ്, ഇതൊക്കെ നോക്കിയാൽ അറിയാം എപ്പോഴാണ് എന്താണ് പ്രശ്നം. വാൾവ് അല്ലെങ്കിൽ വാക്വം പ്രഷർ കുറയാൻ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലെ, അതായത് സിലിണ്ടർ വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, ഇത് ക്ലോസ്ലി പാക്ക്ഡ് ആണ്, ഇതിനകത്തുള്ള പ്രഷറും അതുപോലെ തന്നെ പിസ്റ്റൺ എന്തായാലും. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസുമായിട്ട് ഇവിടെയുള്ള ATM അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ വാക്വം പ്രഷറിൽ അല്ലെങ്കിൽ ലോ വാക്വം അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്. അപ്പോൾ ലോ വാക്വം പ്രഷറിന് റീസൺ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ കാരണങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് കാരണങ്ങൾ തന്നെയാണ്, ഈ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളത്തെ ഫ്യൂവലിനോ അല്ലെങ്കിൽ വർക്കിംഗ് മീഡിയത്തിന് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ്, അത് തന്നെയാണ് എന്തിന് കാരണമാകുന്നത്, ഈ എൻജിൻ സിലിണ്ടറിനകത്ത് കറക്റ്റ് എമൗണ്ട് പ്രഷർ നിലനിൽക്കാത്ത, അല്ലെങ്കിൽ വാക്വം പ്രഷറായാലും കംപ്രഷൻ പ്രഷറായാലും എന്ത് തരം പ്രഷറായാലും ആ പ്രഷർ എൻജിൻ സിലിണ്ടറിനകത്ത് നിലനിർത്താൻ കഴിയാതെ പോകുന്നതിന് റീസൺ എന്ന് പറയുന്നത് ഇവ എന്താണ്, ഔട്ടർ അറ്റ്മോസ്ഫിയറുമായിട്ട് എൻജിൻ സിലിണ്ടറിലെ മീഡിയത്തിന് കോണ്ടാക്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ റീസൺസ് വരുന്ന സമയത്ത് ഗ്യാസ്കറ്റ്, ഇൻലെറ്റ് മാനിഫോൾഡ്, വാൾവ് ക്ലിയറൻസ്, വാൾവ്. കാരണം ഈ ഒരു ഏരിയയിലൂടെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽസ് വഴി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എൻജിൻ്റെ ഔട്ടർ സെക്ഷനുമായിട്ട് എൻജിൻ സിലിണ്ടർ കമ്പസ്റ്റൻ ചേംബറിന് സിലിണ്ടറിൻ്റെ ഉൾഭാഗത്തിന് കോണ്ടാക്റ്റ് ഉള്ളത്. സോ അതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റീസൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത 6 മാർക്ക് പാർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 2 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ എഴുതാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ എടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഓരോ റീസൺസും എത്ര പോയിന്റ്സ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോകാനുള്ളത് പാർട്ട് സിയിലാണ്. പാർട്ട് സിയിൽ നിങ്ങൾക്ക് അറിയാം 15 മാർക്കിൻ്റെ ഉള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് സിയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാർട്ട് സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ എനി 4 കോസസ് ഓഫ് എൻജിൻ വൈബ്രേഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻജിൻ വൈബ്രേഷൻ, അബ്നോർമൽ എൻജിൻ വൈബ്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അബ്നോർമൽ എൻജിൻ വൈബ്രേഷന് കാരണമാകുന്ന എത്ര റീസൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, 4 റീസൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് റീസൺസ് എന്ത് ചെയ്യുക, എഴുതുക. 4 റീസൺസ് എഴുതാൻ പറഞ്ഞാൽ 4 എണ്ണം മാത്രം എഴുതുകയാണെങ്കിൽ, ശ്രദ്ധിക്കാം, 4 എണ്ണം മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് ഓരോ റീസണുമുള്ള ചെറിയ രീതിയിലുള്ള വൺ സെൻറ്റൻസ് എക്സ്പ്ലനേഷനും കൂടി എഴുതണം. അതേസമയം നിങ്ങൾ ഒരു 8 10 പോയിന്റ്സ് റീഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ അതെന്തായാലും മതി, ജസ്റ്റ് പോയിന്റ്സ് മാത്രമാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിഫറൻസ്, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഐഡൻറ്റിഫൈ എനി 4 കോസസ് ഓഫ് എൻജിൻ വൈബ്രേഷൻ. നമുക്ക് ഇപ്പോൾ ഞാൻ മൊഡ്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഈ പോർഷൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ, എന്തൊക്കെയാണ് എൻജിൻ വൈബ്രേഷന് കാരണമാകുന്നത്. പല രീതിയിലുള്ള ടൈമിങ് പ്രശ്നമാണ്, ഫയറിംഗ് ഓർഡറിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കാം, ഫൗണ്ടേഷൻ ബോൾട്ട് അല്ലെങ്കിൽ എൻജിൻ്റെ മൗണ്ടിങ്സ്, അതുപോലെ തന്നെ കമ്പസ്റ്റനിലുള്ള ഫ്യൂവലിൻ്റെ പ്രശ്നം, അതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്, എൻജിൻ വൈബ്രേഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ കുറച്ച് റീസൺസ്, ഇത് ഞാൻ പറയുന്ന റീസൺസോ അല്ലെങ്കിൽ ഈ ആൻസർ കീയിലുള്ള റീസൺസ് തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇതിൽ ഡെലിവർ ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ റീസൺ ആയിട്ട് ഞാൻ പറയുന്നത് ടു സ്റ്റിഫ് എൻജിൻ സപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻജിന് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എൻജിൻ്റെ ഫൗണ്ടേഷൻ ബോൾസും അതുപോലെ തന്നെയുള്ള അതിലെ വൈബ്രേഷൻ ഡാമ്പേഴ്സ് ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എൻജിൻ്റെ വൈബ്രേഷൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സപ്പോർട്ടുകളൊക്കെ എൻജിൻ സപ്പോർട്ടുകളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസും അതുപോലെ വരുന്ന എൻജിൻ സപ്പോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ എൻജിൻ വൈബ്രേഷന് അതൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആയിട്ട് മാറും. മിസ് അലൈൻമെൻറ്റ് എൻജിൻ ട്രാൻസ്മിഷൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻജിൻ്റെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ക്ലച്ചും ഗിയർ ബോക്സും വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ എൻജിൻ വൈബ്രേഷൻ അബ്നോർമൽ എൻജിൻ വൈബ്രേഷന് കാരണമാകും എന്നാണ് പറയുന്നത്. ക്ലച്ച് ഔട്ട് ഓഫ് ബാലൻസ്, ക്ലച്ച് ബാലൻസിങ് അല്ലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് എൻജിൻ പവർ ഡിസ്ട്രിബ്യൂഷൻ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അബ്നോർമൽ എൻജിൻ വൈബ്രേഷന് കാരണം. ഡിഫക്റ്റീവ് കാർബറേഷൻ, പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു കാർബറേഷൻ എന്ന് പറയുന്നത് എയർ ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അല്ലെങ്കിൽ എയർ ഫ്യൂൽ റേഷ്യോൻ്റെ കൺട്രോളിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ കാർബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഫ്യൂൽ റേഷ്യോ മാറ്റം വരുന്ന സമയത്ത് ഓരോ സമയത്തും വേണ്ട എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും ക്വാണ്ടിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ അതിൻ്റെ കമ്പസ്റ്റൻ്റെ രീതി അല്ലെങ്കിൽ നേച്ചർ ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്ന സംഭവത്തിനും എന്ത് ചെയ്യും, നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. അതായത് കൃത്യമായിട്ട് സ്മൂത്ത് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്റ്റീവ് പ്രഷറിൽ കമ്പഷൻ നടന്നാൽ മാത്രമേ എൻജിൻ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ളൂ. സോ അത്തരത്തിലുള്ള വരുന്ന സമയത്ത് എൻജിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അപ്പോൾ എൻജിൻ വൈബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റീസൺസ് ഒക്കെയാണ് വരുന്നത്. എന്തൊക്കെയാണ്, ക്ലച്ച് ഔട്ട് ഓഫ് ബാലൻസ് നമ്മൾ പറഞ്ഞു, ഇൻകറക്റ്റ് എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ രീതിയിലായിരിക്കും അല്ലെങ്കിൽ നേച്ചർ ഓഫ് കമ്പഷനിൽ വ്യത്യാസം വരും. അപ്പോൾ എന്ത് ചെയ്യും, അത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എൻജിൻ വൈബ്രേഷന് കാരണമാകും. ഡിഫക്റ്റീവ് ഇഗ്നീഷൻ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഫയറിംഗ് ഓർഡറിൻ്റെ കാര്യമാണ് അത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇഗ്നീഷൻ അല്ലേ കറക്റ്റ് അല്ല, ഫയറിംഗ് ഓർഡർ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് എൻജിൻ വൈബ്രേഷൻ. നമുക്കറിയാം ഫയറിംഗ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ അല്ലേ, ഫയറിംഗ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്, എൻജിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ എൻജിൻ്റെ ഒരു ബാലൻസിങ് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരു 4 സിലിണ്ടർ എൻജിൻ ഉണ്ടെങ്കിൽ 1 2 3 4 എന്നാണോ അല്ലേ സെറ്റ് ചെയ്യുന്നത് ഫയറിംഗ് ഓർഡർ അല്ല അല്ലേ, 1 4 3 2 അല്ലെങ്കിൽ ആ രീതിയിൽ രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഒരു എൻജിനെ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും കമ്പഷൻ നടക്കുന്നത്. ആദ്യ തവണ ഫസ്റ്റ് ഹാഫിൽ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് കമ്പഷൻ നടക്കേണ്ടത് എവിടെയാണ്, സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബാലൻസിങ് വർക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ഫയറിംഗ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഫയറിംഗ് ഓർഡറിൽ മിസ് അലൈൻമെൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ് ടൈമിങ് വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, എൻജിൻ്റെ വൈബ്രേഷന് കൂടുതൽ കാരണമാകും എന്നാണ് പറയുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വാൾവ് അല്ലേ, കറക്റ്റ് സമയത്ത് ഫ്യൂവലും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വാൾവ് കറക്റ്റ് തുറന്നിട്ടില്ലെങ്കിലോ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ വാൾവ് ഓപ്പണിങ് ക്ലോസിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ റീസൺസൊക്കെ അല്ലെങ്കിൽ അതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. കണക്റ്റിംഗ് റോഡ്സ് ആൻഡ് പിസ്റ്റൺസ് ഓഫ് അൺഈക്വൽ വെയിറ്റ് അല്ലേ, നമ്മൾ കണക്റ്റിംഗ് റോഡും അതുപോലെ തന്നെ പിസ്റ്റണൊക്കെ എൻജിൻ്റെ ഒരു വെയിറ്റിനെയും ബാലൻസിങ്ങിനെയും ഏറ്റവും ബാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലോ അല്ലെങ്കിൽ അത്തരം അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ബാലൻസിങ് കണ്ടീഷനിലോ. അപ്പോൾ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിസ്റ്റൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പിസ്റ്റൻ്റെ എല്ലാ ഭാഗവും എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം അല്ലേ, വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ബാലൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് പിസ്റ്റൻ്റെ ഇൻസൈഡൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഹോളോ സെക്ഷനും കാര്യങ്ങളൊക്കെ പിസ്റ്റൺ റീകണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ വെയിറ്റ് ബാലൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ പിസ്റ്റൻ്റെയും കണക്റ്റിംഗ് റോഡും ഒരേപോലെയല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ അത് എന്തിന് കാരണമാകുന്നു, എൻജിൻ്റെ അബ്നോർമൽ വൈബ്രേഷന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ പോയിന്റ്സ് വൺ വേർഡ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഒരു 8 പോയിന്റ്സോ അല്ലെങ്കിൽ മിനിമം എത്ര എഴുതുക, ഒരു 6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ എഴുതുക. ഇനിയിപ്പോൾ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ഡെലിവറി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എഴുതുന്നതെങ്കിൽ അതിൻ്റെ 1 സെൻറ്റൻസ് എക്സ്പ്ലനേഷനും കൂടി എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ കൊടുക്കുക, മാർക്ക് ഫില്ല് ചെയ്യാൻ. അപ്പോൾ പാർട്ട് സിയിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇനി 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
പ്രൊസീജിയർ ഫോർ ക്രാങ്ക് ഷാഫ്റ്റ് സർവീസിങ്. നമ്മൾ വളരെ വളരെ വലിയൊരു പ്രൊസീജിയറായിട്ട് പറഞ്ഞിരുന്നു എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് സർവീസിങ്, എന്തിനാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ അല്ലേ. ഏറ്റവും ബേസിക് ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് സർവീസിങ് ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ലെങ്തി ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ അതിൻ്റെ ബിയറിംഗ് വരുന്ന അല്ലെങ്കിൽ കണക്ഷൻസ് വരുന്ന എന്താണ് അപ്പ് ആൻഡ് ഡൗൺ പോർഷൻസ് ഉണ്ടല്ലേ. കറക്റ്റായിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോർഷൻസ് അല്ലെങ്കിൽ ആ മുകൾ ഭാഗത്തൊക്കെ ഉള്ള ഈ രീതിയിലൊക്കെയാണ് എന്ത് വരുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇത് ഈക്വലി രണ്ട് സൈഡിലും ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ഹാഫ്സിലും എന്ത് ചെയ്യണം, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ അൺഈക്വൽ വെയിറ്റ് ആണെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ തേയ്മാനം വിയർ ആൻഡ് ടിയർ ഒക്കെ കൂടുതലോ കുറവോ അങ്ങനെ അൺഈക്വൽ ആണെങ്കിൽ അതെന്ത് ചെയ്യും, എഞ്ചിൻ്റെ വൈബ്രേഷനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിനും ഡിഫക്റ്റീവായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഈ എഞ്ചിൻ്റെ റീകണ്ടീഷനിങ് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് റീകണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് തന്നെയാണ്, അതിൻ്റെ മെഷീനിങ് പ്രോസസ്സ്, ഈ വെയിറ്റ് ബാലൻസിങ് എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ദ ഡാമേജ്. ഷാഫ്റ്റ് ഡാമേജ് ഇൻക്ലൂഡ്സ് സ്കോർഡ് ബിയറിംഗ് journals, bends or rappage and cracks. Damaged shaft must be reconditioned or replaced. Any sign of crack is caused to reject the shaft. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല ഡാമേജസോ ക്രാങ്ക് ഷാഫ്റ്റ് എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡാമേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്കോറിങ്ങുകൾ ഇങ്ങനെ വരവീഴുക അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്കോർ ചെയ്യുക അല്ലേ. സ്കോർ ചെയ്യുക മീൻസ് എന്താ, അങ്ങനെ ഷാർപ്പൺ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഒരത്തുന്ന അല്ലെങ്കിൽ മെഷീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്കോറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാപ്പേജ്, ബെൻഡാവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു ക്രാക്കോ വിള്ളലുകളൊക്കെ ക്രാങ്ക് ഷാഫ്റ്റിന് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, മെഷീൻ ചെയ്യണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബിയറിംഗ് ജേണൽ സ്കോറിംഗ് ഈസ് കോമൺ ക്രാങ്ക് ഷാഫ്റ്റിന്. എന്താണ് ബിയറിംഗ് ജേണൽ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിയറിംഗ് ഉണ്ടല്ലേ, ബിയറിങ്ങിൻ്റെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്, വെറുതെ കോമൺ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ജേണൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഏകദേശം ഈ രീതിയിലായിരിക്കില്ല. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് വരുന്നത്, ഇതിൻ്റെ പിസ്റ്റൺ അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് വരുന്ന ഭാഗം, ബിയറിംഗ് ഒക്കെ വരുന്ന ഭാഗം അല്ലേ. ഇങ്ങനെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗം എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ഭാഗം എവിടെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ക്രാങ്ക് ഷാഫ്റ്റ് നമ്മളെ ക്രാങ്ക് കേസിൽ അല്ലെങ്കിൽ എൻജിൻ കേസിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ എന്താണ്, കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബിയറിംഗ് വരും, അതുപോലെ തന്നെ ജേണലിലും എന്ത് ചെയ്യും, ബിയറിംഗ് വരും. ഈ ബിയറിംഗ് ആണ് റൊട്ടേറ്റിംഗ് പാർട്ട്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തേയ്മാനം കുറയ്ക്കാനൊക്കെ. അപ്പോൾ ബിയറിംഗ് കറക്റ്റ് തേയ്മാനമൊക്കെ കൂടുതൽ കഴിഞ്ഞാൽ അത് ഈ ബിയറിംഗ് സൈഡിൽ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുറത്ത് ചെറിയ ചെറിയ കോറലുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ സ്ക്രാച്ചസോ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്ലേസ് അല്ലെങ്കിൽ മെഷീൻ ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് സ്മൂത്തൻ കണ്ടീഷനിലേക്ക് വരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക, റഫ്നെസ് ആൻഡ് സ്ലൈറ്റ് ബെൻസ് ഇൻ ജേണൽസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ഗ്രൈൻഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജേണൽ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബിയറിങ് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം ഡാമേജ് ആവുന്ന ബെൻഡോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഔട്ട് ഓഫ് റൗണ്ട് ആണെങ്കിൽ അത് തേയ്മാനം സംഭവിച്ചപ്പോൾ ഓൾറെഡി എന്താണ്, ഒരു ക്രാങ്ക് ഷാഫ്റ്റ് കൃത്യമായിട്ടുള്ള ഒരു സെക്ഷനിലായിരിക്കും വരുന്നത് അല്ലേ. ഒരു ജേണൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് സെക്ഷനൊക്കെ ആയിരിക്കും ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ ആ റൗണ്ടിലൊക്കെ എന്തെങ്കിലും കറക്റ്റ് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ കൂടുതലായിട്ട് ഡാമേജസ് സംഭവിക്കുകയാണെങ്കിൽ തേയ്മാനം കൂടുതലാണെങ്കിൽ അത് റൗണ്ട് ഷേപ്പ് എന്നുള്ളത് എന്ത് ഷേപ്പിലേക്ക് മാറും, ഒരു എക്സെൻട്രിക് ഷേപ്പിലേക്ക് മാറും. ഓക്കെ, ആ എക്സെൻട്രിക് ഷേപ്പിലേക്ക് മാറുമ്പോൾ അത് ഗ്രൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ വെയിറ്റ് ബാലൻസിങ് അല്ലേ. ഒരു സമയത്ത് ഇപ്പോൾ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഒരു രണ്ട് ഹാഫായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണെന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് കൂടുതലാണ്, ഇവിടെ എന്താണ് വെയിറ്റ് കുറവെങ്കിൽ, ഈ ഒരു ഭാഗത്തിൻ്റെ വെയിറ്റ് കൂടുതലും ഇവിടെ വെയിറ്റ് കുറവാണെങ്കിൽ വെയിറ്റ് കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, മെറ്റൽ സ്പ്രേ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്താണ് മെറ്റൽ സ്പ്രേ എന്ന് പറഞ്ഞാൽ. നമ്മൾ സെയിം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അല്ലേ, അതിൻ്റെ വെയിറ്റ് ബാലൻസിങ് വരുന്ന
മെറ്റീരിയൽ എന്ത് ചെയ്യാം, അഡീഷണൽ വരേണ്ട മെറ്റീരിയൽസ് കൃത്യമായിട്ട് അതിനോട് സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ആഡ് ചെയ്ത് പിടിപ്പിക്കാം. വെൽഡൊക്കെ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, മെറ്റൽസ് ആഡ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറഞ്ഞ ഭാഗത്ത് അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽ സ്റ്റിക്ക് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരേണ്ടത്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് സർവീസിങ്ങിൽ വരേണ്ടത്. അപ്പോൾ അതാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് 2 ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്, 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ എന്താണ് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. സോ അപ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ എനി 4 റീസൺസ് ഫോർ എൻജിൻ ഓവർ ഹോളിംഗ്. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എന്ത്, എൻജിൻ ഓവർ ഹോളിംഗ് എന്ന് പറയുന്നത്. എൻജിൻ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എൻജിൻ ഓവർഹോൾ ചെയ്യേണ്ട, കംപ്ലീറ്റ് എൻജിൻ ഡിസ്മാൻഡിൽ ആൻഡ് അസംബ്ലിങ് ചെയ്യേണ്ടി വരുന്നത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രമാണ് അല്ലേ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻജിൻ ഓവർ ഹോളിംഗ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡാമേജസ് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എൻജിൻ്റെ ഓവർ ഹോളിംഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് എൻജിൻ ഓവർ ഹോളിംഗ് ചെയ്യേണ്ട സിറ്റുവേഷന് കാരണമാകുന്ന 4 കാരണങ്ങളാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. 2-3 കണ്ടീഷൻ ഞാനിവിടെ ഒരു 4 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, 4 വേറെ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്ത് തന്നെയായാലും കുഴപ്പമില്ല, അത് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ആൻസർ തന്നെ ഒരിക്കലും ഡെലിവറി ചെയ്യണം അല്ലെങ്കിൽ എഴുതണം എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ആൻസർ സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പവർ ലോസ് ഡ്യൂ ടു പുവർ എൻജിൻ കംപ്രഷൻ. പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, പവർ കുറയും. എൻജിന് ഡെവലപ്പ് ചെയ്യുന്ന പവർ, അത് പല റീസൺസ് കൊണ്ട് എൻജിൻ എന്ത് ചെയ്യാം, കംപ്രഷൻ പ്രഷർ അവിടെ കിട്ടാതെ വരാം. ഒന്ന്, അതിൻ്റെ റിങ്സ് കംപ്ലൈൻ്റ് ആയാലും, പിസ്റ്റൺ റിങ്സ് എന്ത് ചെയ്യുക, പിസ്റ്റൻ്റെ പുറത്ത് എന്തുണ്ട്, റിങ്സ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ സിലിണ്ടർ കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള സിലിണ്ടർ അതിന് പകരം എന്ത് ചെയ്യുക, അതൊരു ഒവാലിറ്റി ആണെങ്കിൽ, തേയ്മാനം കൂടുതലാവുകയാണെങ്കിൽ, എക്സെൻട്രിക് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ച പോലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാണ്, റീസൺസ് ആണ്. പവർ, നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ, അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കിലും ഓരോ എൻജിൻ്റെ സിറ്റുവേഷൻസിൽ വേണ്ട രീതിയിൽ പവർ എൻജിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തിലേക്കാണ് വഴിതെളിക്കുന്നത്, എൻജിൻ ഓവർഹോൾ ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ത് പറയുന്നത്, എക്സസീവ് കൺസപ്ഷൻ ഓഫ് ലൂബ്രിക്കേഷൻ ഓയിൽ വിച്ച് ഷുഡ് ബി ഡിറ്റർമൈൻഡ് അക്യുറേറ്റ്ലി. എൻജിൻ ഓയിൽ കൂടുകയാണെങ്കിൽ, അല്ലെ എൻജിൻ ഓയിൽ കൺസപ്ഷൻ കൂടുകയാണെങ്കിൽ, അല്ലേ, അത് കൃത്യമായിട്ട് ഒരു ഹയർ എമൗണ്ട് ഓഫ് എൻജിൻ ഓയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനാണ് കാരണമാകുന്നത്, അതും എന്ത് ചെയ്യും, നമുക്കത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ മെയിനായിട്ടും എന്തായിരിക്കും റീസൺ, പിസ്റ്റൺ റിങ്സ് കംപ്ലൈൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ പിസ്റ്റൺ റിങ്സ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിസ്റ്റൺ റിമൂവ് ചെയ്യണം. സോ എൻജിൻ ഓവർഹോളിംഗ് നമ്മൾ എന്ത് ചെയ്യണം. ലൂബ്രിക്കേഷൻ ഓയിൽ പ്രഷർ ടു ലോ പ്രൊവൈഡ് ദ സെയിം ഈസ് നോട്ട് ഡ്യൂ ടു എക്സ്റ്റേണൽ ലീക്കേജ്, ലെസ് ഓയിൽ ഇൻ ദ സം ഡിഫക്റ്റീവ് ഓയിൽ പമ്പ് ഓർ ഫോൾട്ടി ഓയിൽ പ്രഷർ ഗേജ്. അതായത് ഓയിലിൻ്റെ പ്രഷർ കുറയാം, ലൂബ്രിക്കേഷൻ ഓയിൽ പ്രഷർ കുറയാം, ഓയിലിൻ്റെ കുറവ് സംഭവിക്കുക, അല്ലേ, ഓയിൽ കുറയുക. എങ്ങനെയുള്ള കണ്ടീഷനിൽ, എക്സ്റ്റേണൽ ലീക്കേജ് ഒന്നും ഇല്ലാതെ തന്നെ എൻജിൻ ഓയിലിൻ്റെ അളവ് കുറയുക, ആവശ്യത്തിന് പ്രഷറിൽ ലൂബ്രിക്കേഷൻ എത്താതിരിക്കുക. ഇത്തരത്തിലുള്ള കണ്ടീഷനിലും എൻജിൻ്റെ ഇൻറ്റേർണൽ ഡിഫക്ട്സ് ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി എന്തിന് കാരണമായിട്ടുണ്ടാവുക, ഇത്തരം ഡിഫക്ട്സിന് കാരണമായിട്ടുണ്ടാവുക. സോ അതും എന്ത് ചെയ്യാണ്, നമ്മളെ എൻജിൻ ഓവർഹോളിങ്ങിൻ്റെ റീസൺ ആണ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഫെയിലേഴ്സ് സച്ച് ആസ് എന്താണ്, എക്സസീവ് ക്ലിയറൻസ് ഇൻ മെയിൻ ഓർ ബിഗ് ബിയറിങ്സ്. നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ബിയറിങ്സിൽ എന്താണ് എക്സസീവ് ക്ലിയറൻസ് വരിക. പിന്നെന്താണ്, വാൾവ് ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലേ, ടാപ്പറ്റ് കറക്റ്റ് അല്ലെങ്കിൽ വാൾവ് ടാപ്പറ്റ്സിൽ ക്ലിയറൻസ് കൂടുക. പിസ്റ്റൺ സ്ലാപ്പ് ഓർ സം ബ്രോക്കൺ കമ്പോണൻറ്റ് ഇൻഡിക്കേറ്റ് ദ ഓവർഹോളിംഗ് ഈസ് റിക്വയർഡ്. എന്താണ്, പിസ്റ്റൺ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ പിസ്റ്റൺ കിടന്നിട്ട് എന്ത് ചെയ്യുക, സ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിസ്റ്റൺ സിലിണ്ടറിനകത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിയറൻസ് കൂടി കഴിഞ്ഞാൽ പിസ്റ്റൺ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്, പക്ഷെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിസ്റ്റൺ സ്ലാപ്പിംഗ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള റീസൺസ് ഒക്കെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓവർഹോളിംഗ് മസ്റ്റ് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യാം,
ഇത് മാറുന്നത്. അപ്പോൾ ഇത്തരം റീസൺസൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന റീസൺസ് വേറെ റീസൺസ് എന്തുണ്ടായിരിക്കും, കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന റീസൺസ് കൃത്യമായിട്ട് ഓവർഹോളിങ്ങിൻ്റെ ഭാഗമായിട്ട് എഴുതാം. മിനിമം 4 റീസൺസ് എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 7 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഡ്രൈ കംപ്രഷൻ ടെസ്റ്റ്. അതായത് ഡ്രൈ കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിക്കേണ്ട, നമ്മൾ പഠിച്ച കംപ്രഷൻ ടെസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കംപ്രഷൻ ടെസ്റ്റ്? നമ്മൾ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന കംപ്രഷൻ പ്രഷറിലെ പിസ്റ്റൺ കംപ്രഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വാൾവ് രണ്ടും അടഞ്ഞിരിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്, കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്, ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും, ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗോ ഉണ്ടായിരിക്കും. അത് റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം എന്ത് ചെയ്യിക്കും, നമ്മുടെ ഒരു പ്രഷർ ഗേജ് വയ്ക്കും. അതിനുശേഷം പിസ്റ്റൺ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യിക്കും. പിസ്റ്റൺ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രഷർ ഗേജിൽ കാണുന്ന റീഡിങ് എത്രയാണോ എന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് മാനുഫാക്ചേഴ്സ് ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ മാനുഫാക്ചർ പറയുന്ന കംപ്രഷൻ റീഡിങ്ങിലേക്ക് എത്തുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എന്ത് തന്നെയാണ്, അത് ഡിഫക്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഇത്രയും ചെറിയ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ്, കോമൺ ആയിട്ട് എൻജിൻസിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ പ്രൊസീജിയർ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത്. ആദ്യം തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പെട്രോൾ എഞ്ചിനാണെങ്കിൽ എന്ത് ചെയ്യാം, remove all spark plugs. This allows the engine to be cranked to an even speed. എന്ത് ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റ് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമല്ല, ഓപ്പറേറ്റ് ചെയ്യാം. പിസ്റ്റൺ സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്ത് എന്ത് ചെയ്യാം, പിസ്റ്റൺ കറക്റ്റായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഡിസേബിൾ ദ ഇഗ്നിഷൻ സിസ്റ്റം ബൈ ഡിസ്കണക്റ്റിംഗ് ദ പ്രൈമറി ലീഡ്സ്. അതായത് ബാറ്ററി അതുപോലെ തന്നെയുള്ള ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. ഓൾസോ ഡിസേബിൾ ദ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ടു പ്രിവെൻറ്റ് സ്ക്യൂട്ടിംഗ് ഓഫ് ഫ്യൂവൽ ഇൻ ടു ദ സീൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എൻജിൻ സിലിണ്ടറിലേക്കുള്ള എല്ലാ ലൈൻസും എന്ത് ചെയ്യുക, ഡിസ്കണക്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ബ്ലോക്ക് ഓപ്പൺ ദ ത്രോട്ടിൽ. This permit maximum amount of air to be drawn into the engine. The step also ensures consistent combustion. അതായത് മാക്സിമം എന്ത് ചെയ്യാം, ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എയർ എന്ത് ചെയ്യുക, മാക്സിമം എയർ എൻജിനിലേക്ക് ഡ്രോൺ ചെയ്യുന്ന സിലിണ്ടറിനകത്തേക്ക് കയറുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ത്രോട്ടിൽ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറയുന്നത്, ത്രെഡ് എ കംപ്രഷൻ ഗേജ്. എവിടെയാണ് കംപ്രഷൻ പ്രഷർ ഗേജ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ത്രെഡ് എ കംപ്രഷൻ ഗേജ് ഇൻ ടു 1 സ്പാർക്ക് പ്ലഗ് ഹോൾ ആൻഡ് ക്രാങ്ക് ദ എഞ്ചിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനിലേക്ക് എന്ത് ചെയ്യുക, ഒരു സ്പാർക്ക് പ്ലഗ് ഹോളിൽ ഒരു കംപ്രഷൻ ഗേജ്, പ്രഷർ ഗേജ് കണക്ട് ചെയ്യുക. അതിനുശേഷം എഞ്ചിൻ എന്ത് ചെയ്യുക, ക്രാങ്ക് ചെയ്യുക. കണ്ടിന്യൂ ക്രാങ്ക് ത്രൂ 4 കംപ്രഷൻ സ്ട്രോക്ക്. ഈച്ച് കംപ്രഷൻ സ്ട്രോക്ക് മേക്സ് എ പഫിംഗ് സൗണ്ട്. ഓരോ കംപ്രഷൻ സ്ട്രോക്കും എന്ത് ചെയ്യുക, കറക്റ്റ് 4 സിലിണ്ടറിലും കംപ്രഷൻ സ്ട്രോക്ക് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റെക്കോർഡ് ദ ഹയസ്റ്റ് റീഡിങ്സ് ആൻഡ് കമ്പയർ ദ റിസൾട്ട്. നമുക്ക് പ്രഷർ ഗേജിൽ കിട്ടുന്ന കൃത്യമായ റീഡിങ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം അത് എൻജിൻ മാനുഫാക്ചറേഴ്സിൻ്റെ റീഡിങ്ങുമായിട്ട് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന റീഡിങ്സ് എന്തായിരിക്കണം, മാച്ച് ചെയ്യണം. ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ എത്ര ശതമാനമേ ഡിഫറൻസ് വരാൻ പാടുള്ളൂ, മാനുഫാക്ചറേഴ്സിൻ്റെ റീഡിങ്ങിൽ നിന്ന് 20% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡിങ്ങിൽ ഡിഫറൻസ് വരാൻ പറ്റുള്ളൂ. ഓക്കെ, മിനിമം ആയാലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്ത് ചെയ്യാൻ പാടുള്ളൂ, 20% എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡിങ്സ് കൂടാനോ പാടുള്ളൂ. സോ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ എഞ്ചിൻ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ റിപ്പയറിംഗ് പ്രോസസ്സോ ഓവർഹോളിംഗ് പ്രോസസ്സോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റത്തെ മൊഡ്യൂളിലെ
ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിരുന്ന നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ്റെ ക്ലാസ് നോട്ട് അല്ലെങ്കിൽ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റത്തെ മൊഡ്യൂളിൻ്റെ നോട്ട്സാണ് എഴുതി സെൻഡ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിനും അതുപോലെ തന്നെ അസൈൻമെൻറ്റിനും പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കാരണം പ്രീവിയസ് വീഡിയോസ് കാണുകയോ എന്നോട് ചോദിക്കുകയോ ചെയ്യാം. കൃത്യമായിട്ട് അസൈൻമെൻറ്റ് നാളെ ഈ ക്ലാസ് ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്ന അന്ന് തന്നെ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുന്ന അന്ന് തന്നെ കറക്റ്റ് നോട്ട് ഏത് സമയത്താണ് വെക്കേണ്ടത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വെക്കുക. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ കൺസിഡറേഷൻസും. ഓക്കെ, താങ്ക് യു.